ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. പ്രീ പ്രൈമറിയുടെ 35ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്റർ ആണ് പഠിച്ചത്? ഏത് ലെറ്ററാ? ലെറ്റർ യു. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ലെറ്റർ ആണ് പഠിക്കേണ്ടത്? ലെറ്റർ യു. കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത് അല്ലേ? അതേത് ലെറ്റർ ആണ്? നമ്മൾക്ക് പറഞ്ഞു നോക്കാം അല്ലേ? ദാ ലെറ്റർ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യൂ, ആർ, എസ്, ടി, യു, വി. ഏത് ലെറ്ററാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ വി. അപ്പോൾ നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി എഴുതാൻ പഠിക്കണം അല്ലേ? ടീച്ചറെ എങ്ങനെയാ എഴുതേണ്ടതെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനു മുന്നേ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ വി. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ വി. എൻ്റെ കുഞ്ഞുമക്കളെ അവിടെ നിന്നും ഈ ലെറ്ററിലേക്ക് നോക്കി ഉറക്കെ പറയൂ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ വി. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താണ് കാണേണ്ടത്? സ്മോൾ ലെറ്റർ വി. ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്മോൾ ലെറ്റർ വി. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ വി. എൻ്റെ കുഞ്ഞുമക്കളെ അവിടെ നിന്നും ഈ ലെറ്ററിലേക്ക് നോക്കി ഇതിന്റെ പേര് ഉറക്കെ പറയൂ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ വി. അപ്പോൾ ഇതേത് ലെറ്റർ ആണ്? ലെറ്റർ വി. എൻ്റെ കുഞ്ഞുമക്കളെ അവിടെ നിന്ന് ഉറക്കെ പറയൂ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ വി. ഇത് ക്യാപിറ്റൽ ലെറ്റർ വി. ഇത് സ്മോൾ ലെറ്റർ വി. ഇത് ക്യാപിറ്റൽ ലെറ്റർ വി. ഇത് സ്മോൾ ലെറ്റർ വി. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെ ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി പരിചയപ്പെട്ടു അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി എഴുതാൻ പഠിക്കണം അല്ലെ? നമ്മൾക്ക് ആദ്യം ക്യാപിറ്റൽ ലെറ്റർ വി എഴുതാൻ പഠിക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ആദ്യം എഴുതാൻ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾക്ക് ഒരു ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വേണം, പിന്നെ ഒരു റൈറ്റ് സ്ലാന്റിംഗ് ലൈനും വേണം. ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ വി. ടീച്ചർ ഇവിടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾക്ക് ആദ്യം എന്താണ് വേണ്ടത്? ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. നമ്മള് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കാൻ പഠിച്ചതാണല്ലേ? ഇതാണ് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്?
റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ. നമ്മൾ റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ ക്യാപിറ്റൽ ലെറ്റർ വി എഴുതുമ്പോ താഴെ നിന്നും മുകളിലേക്കാണ് വരയ്ക്കുന്നത്. ദാ ഇങ്ങനെ താഴെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ വി. അപ്പോൾ ടീച്ചർ ഈ രണ്ട് ലൈൻസും കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കാൻ പോവുകയാണ്. എന്റെ കുഞ്ഞുമക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യം നമ്മള് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ഇതാ ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് കൈയെടുക്കാതെ താഴെ നിന്നും മുകളിലേക്ക് റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ വി. ഈ ലെറ്ററിന്റെ പേരെന്താണ്? എന്റെ കുഞ്ഞുമക്കള് അവിടെ നിന്ന് ഉറക്കെ പറയൂ. ഈ ലെറ്ററിന്റെ പേരെന്താ? ക്യാപിറ്റൽ ലെറ്റർ വി. നമ്മൾ ഇത് എങ്ങനെയാ എഴുതിയേ? ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈനിന്റെ താഴെ നിന്നും മുകളിലേക്ക് റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ വി. ടീച്ചറെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആദ്യം ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കാം. ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈനിന്റെ താഴെ നിന്നും കൈയെടുക്കാതെ മുകളിലേക്ക് റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോ ഇതേത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ വി. ഇനി എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ ഇത് എഴുതി പഠിക്കാം? ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കും അല്ലെ? എങ്ങനെയാ? ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി എഴുതാൻ പഠിച്ചു അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് എഴുതാൻ പഠിക്കേണ്ടത്? ഈ ക്യാപിറ്റൽ ലെറ്റർ വിയുടെ സ്മോൾ ലെറ്റർ വി ആണ് നമ്മൾക്ക് ഇനി എഴുതാൻ പഠിക്കാൻ പോകേണ്ടത്. അപ്പോ ടീച്ചറെ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, എഴുതാൻ പഠിക്കാൻ പോകുന്നത് സ്മോൾ ലെറ്റർ വി. ഇത് ക്യാപിറ്റൽ ലെറ്റർ വി, ഇത് സ്മോൾ ലെറ്റർ വി. സ്മോൾ ലെറ്റർ വി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? നമ്മൾക്ക് ഒരു ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ, ഒരു റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ. അത് കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ ഇതിൽ വരയ്ക്കുന്നത്. ദാ നോക്കിക്കോ. ആദ്യം നമ്മൾക്ക് ഒരു ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വേണം, പിന്നെ ഒരു റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ വേണം. റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ നമ്മൾ താഴെ നിന്നും മുകളിലേക്കാണ് ഇതിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? സ്മോൾ ലെറ്റർ വി. അപ്പോൾ ടീച്ചർ ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ദാ ശ്രദ്ധിക്കണേ. ആദ്യം നമ്മള് റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കുക. ആദ്യം നമ്മള് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് കൈയെടുക്കാതെ മുകളിലേക്ക് റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കാം. ഇത് ചെറിയ ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈനും ചെറിയ റൈറ്റ് സ്ലാന്റിംഗ് ലൈനുമാണ് നമ്മൾ സ്മോൾ ലെറ്റർ വി എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ആദ്യം ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ, ഒരു കുഞ്ഞ് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈനിന്റെ താഴെ നിന്നും മുകളിലേക്ക് ഒരു ചെറിയ റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? സ്മോൾ ലെറ്റർ വി. എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഇനി എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെ ഇത് എഴുതി പഠിക്കാം? ഇതിന്റെ പേര് പറഞ്ഞോണ്ട് എഴുതും അല്ലെ? ദാ എങ്ങനെ? സ്മോൾ ലെറ്റർ
V. Small letter V. Small letter V. Small letter V. Small letter V. ഇങ്ങനെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കും അല്ലെ. ഇനി എന്റെ കുഞ്ഞുമക്കൾ ഇങ്ങോട്ട് നോക്കിയേ. ക്യാപിറ്റൽ ലെറ്റർ വിയും സ്മോൾ ലെറ്റർ വിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ നോക്കിയേ. ക്യാപിറ്റൽ ലെറ്റർ വിയും സ്മോൾ ലെറ്റർ വിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. ഉണ്ടല്ലേ. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ വിയിൽ നമ്മൾ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈനും റൈറ്റ് സ്ലാൻഡിംഗ് ലൈനും തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്മോൾ ലെറ്റർ വിയിലും നമ്മൾ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈനും റൈറ്റ് സ്ലാൻഡിംഗ് ലൈനും തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ ലെറ്റർ വി എഴുതുമ്പോൾ നമ്മൾ കുറച്ച് വലുതായിട്ട് എഴുതും. സ്മോൾ ലെറ്റർ വി എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ചെറുതായിട്ട് എഴുതും അല്ലെ. ഇത് കുറച്ച് വലിയ ലെറ്റർ വി ആണ്, ഇത് കുറച്ച് ചെറിയ ലെറ്റർ വി ആണ്. അതായത് ഇത് ക്യാപിറ്റൽ ലെറ്റർ വി, ഇത് സ്മോൾ ലെറ്റർ വി. അപ്പോൾ എന്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി എങ്ങനെയാ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അപ്പോൾ എന്റെ കുഞ്ഞുമക്കള് എങ്ങനെയാ ഇത് എഴുതി പഠിക്കുക? ക്യാപിറ്റൽ ലെറ്റർ വി എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അതുപോലെ സ്മോൾ ലെറ്റർ വി എഴുതുമ്പോ സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി എന്റെ കുഞ്ഞുമക്കളെ നന്നായി എഴുതി പഠിക്കാം കേട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചർ ബോർഡിലെ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് എഴുതി വച്ചിട്ടുണ്ട് അല്ലെ. ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, അതിന്റെ സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി ഇതിൽ നിന്നും കണ്ടുപിടിക്കണം കേട്ടോ. എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി ഉണ്ടോ? നമ്മൾക്ക് നോക്കാം അല്ലെ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ വി സ്മോൾ ലെറ്റർ വി ഉണ്ടോ എന്ന് നമ്മൾക്ക് നോക്കാം. ഉണ്ടല്ലേ. ടീച്ചർക്ക് കിട്ടിട്ടോ. എന്റെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയോ? കിട്ടിയല്ലേ. ഏതാണ്? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ വി, ഇത് സ്മോൾ ലെറ്റർ വി. ഏതാണ്? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ലെറ്റർ വി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും കണ്ടുപിടിച്ചല്ലേ. ഇത് ക്യാപിറ്റൽ ലെറ്റർ വി, ഇത് സ്മോൾ ലെറ്റർ വി. ഇത് ക്യാപിറ്റൽ ലെറ്റർ വി, ഇത് സ്മോൾ ലെറ്റർ വി. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചു കഴിഞ്ഞ ലെറ്റേഴ്സ് ഒക്കെ ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എല്ലാവരും നോക്കിയേ. ഇവിടെ ടീച്ചർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഈ ലെറ്റേഴ്സിന്റെ പേരൊക്കെ പറയാല്ലേ. ടീച്ചറുടെ കൂടെ എന്റെ കുഞ്ഞുമക്കളും അവിടുന്ന് ഉറക്കെ പറയുമല്ലോ. റെഡി. ലെറ്റർ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യൂ, ആർ, എസ്, ടി, യു, വി. ഇങ്ങനെ 22 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എത്ര ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്? 26 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ 22 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? നമ്മൾക്ക് ഒന്നുകൂടി പറയാല്ലേ. ലെറ്റർ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ,
N O P Q R S T U V. ഇങ്ങനെ 22 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി. അപ്പോൾ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി നന്നായി എഴുതി പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ ഒന്നുകൂടി എഴുതി പഠിക്കാം കേട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചർ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ടീച്ചർ ലെറ്ററിൽ തൊടുമ്പോൾ ആ ലെറ്ററിന്റെ പേര് അവിടെ നിന്നും ഉറക്കെ പറയണം കേട്ടോ. ഇതാ ടീച്ചർ ലെറ്റർ തൊടാൻ പോവുകയാണ്. ഇത് ഏത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ ജെ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ. ഇത് സ്മോൾ ലെറ്റർ ജെ. ഇനി ടീച്ചർ അടുത്ത ലെറ്റർ ടച്ച് ചെയ്യാൻ പോവാണ്. ഇതാ ഇതേത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ ക്യൂ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ. ഇത് സ്മോൾ ലെറ്റർ ക്യൂ. ഇനി ടീച്ചർ അടുത്ത ലെറ്റർ തൊടുകയാണ്. ഇതാ ഇതേത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ യെസ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ യെസ്. ഇത് സ്മോൾ ലെറ്റർ യെസ്. ഇനി നെക്സ്റ്റ് ലെറ്റർ ടീച്ചർ തൊടുകയാണ്. ദാ ഇതേത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ ടി. ഇത് ക്യാപിറ്റൽ ലെറ്റർ ടി. ഇത് സ്മോൾ ലെറ്റർ ടി. ഇനി നെക്സ്റ്റ് ലെറ്റർ ടീച്ചർ തൊടാം. ഇതാ ഇതേത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ യു. ഇത് ക്യാപിറ്റൽ ലെറ്റർ യു. ഇത് സ്മോൾ ലെറ്റർ യു. അപ്പോൾ എന്റെ കുഞ്ഞുമക്കള് അവിടെ നിന്നും ഈ ലെറ്ററിന്റെ ഒക്കെ പേര് ശരിയായി തന്നെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു അല്ലെ? അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് കുട്ടികളെ എഴുതുവാൻ പഠിപ്പിച്ചത് ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എഴുതി പഠിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1, 2, 3 പേജ് നിറയെ ഇങ്ങനെ കുത്തുകൾ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കൂടി കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതിന്റെ പേര് ലെറ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഡയറക്ഷനും കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പരിചയപ്പെടാം. അതുവരേക്കും ടാറ്റാ.